സിംഗിൾ ക്രൂഷേ റിബിങ് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക്. റിബിങ് നമ്മൾ ബാക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയിന് അതിൻ്റെ നേരെ ബാക്കിൽ അതിൻ്റെ ബാക്ക് ലൂപ്പുണ്ട്, കണ്ടോ, ഇതാ കാണുന്നത്, അത് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ബാക്ക് ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് അതേപോലെ തന്നെ ബാക്ക് ലൂപ്പിൽ ഗമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു ഭാഗം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതേപോലെ ഒരു സിംഗിൾ ക്രോഷ്യ. റിപ്പിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയിന് ലൂസിലിട്ടിട്ട് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് വൺ. ഓക്കെ, ഇനി ഒരു ചെയിൻ ഇടുക, ടേൺ ചെയ്യാം. ഇനി ഇതിൽ 2 ലൂപ്പുണ്ട്. ഫ്രണ്ട് ലൂപ്പ്, ഇതൊരു ചെയിനാണെങ്കിൽ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിലുള്ള ലൂപ്പ്, ഇതാണ് ബാക്ക് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ഫ്രണ്ട് ലൂപ്പ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ബാക്ക് ലൂപ്പ്. ആ ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ. ഓൺലി ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക റിബിങ് ചെയ്യുമ്പോൾ. 7 റിബിങ് പോലെ കാണുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷ്യ റിബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ റിബിങ്. ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2, മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ഇടണം. 2 3 4 5 7 8. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ചെയിൻ ഇടുക. സെയിം സിംഗിൾ ക്രോഷ്യ ചെയ്ത പോലെ തന്നെ ബാക്ക് ലൂപ്പിൽ 1 2 3 6 7 8. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ റിബിങ്. 2 ചെയിൻ ഇടുക. സെയിം ഇതേപോലെ തന്നെ ബാക്ക് ലൂപ്പിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8. ഇങ്ങനെ വരും. കുറച്ചും കൂടെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ വീതി കൂടിയിട്ട് വരും. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് അതിന് നമ്മൾ 3 ചെയിനാണ് ഇടൽ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം. ട്രിപ്പിൾ ക്രോഷ്യക്ക് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, 2 3 2 3 4 5 6 7
8. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ വെച്ചിട്ടുള്ള റിബിങ്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള റിബിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ഭംഗിയുള്ള റിബിങ് ആണ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഒരു ചെയിൻ ഇടുക. ചെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഹുക്ക് ഇടുക. അപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടി. ഇത് ഫസ്റ്റ് ലൂപ്പ്, ഈ സെക്കൻഡ് ലൂപ്പ്. ഈ സെക്കൻഡ് ലൂപ്പിനെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ടൈറ്റ് ചെയ്ത് ചെയ്യരുത്, ലൂസിൽ ചെയ്യണം. 2 4 ബാക്ക് ലൂപ്പിൽ കൂടെ ഇട്ടിട്ട് യാൺ ഓവർ ചെയ്ത് വലിച്ച് 2 ലൂപ്പ് ഇട്ടി. ഫസ്റ്റ് സെക്കൻഡ് ലൂപ്പിനെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള റിബിങ്. കാണിച്ചു ഇത് കണ്ടോ, നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കൽ കണ്ടോ.